ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലും FC മൊബൈൽ തന്നെയാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ FC മൊബൈൽ കളിക്കുമ്പോൾ നമ്മുടെ ബെക്കാമിൻ്റെ സെർച്ചിയോളസസ് ആണ് ഗൈസ് നമ്മൾ ഇന്ന് കളിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോൾ ഡിഫറെൻ്റ് ആണ് ഗൈസ് കഴിഞ്ഞ വീഡിയോ കളിച്ചത്. ബട്ട് നമ്മൾ ബെക്കാമിൻ്റെ സെർച്ചിയോളസസ് നമുക്ക് തീർക്കണമെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. അതുപോലെ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ, അതായത് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ടാർഗറ്റ് 10K ലൈക്സ് ആണ് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ ടീമിൽ ഇപ്പോൾ റൊണാൾഡോ ഒക്കെ ഉണ്ട് ഗൈസ്. അതിൽ നിങ്ങൾ റൊണാൾഡോ ഫാനാണോ മെസ്സി ഫാനെന്ന് പറഞ്ഞ് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ലലിഗയായിരുന്നു കളിച്ചതെന്ന് തോന്നുന്നു. നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു നമ്മൾ കളിച്ചത്. ബട്ട് ഗൈസ്, നമ്മളെ ലലിഗ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇച്ചിരി പാടായിരുന്നു ജയിക്കാൻ, എന്നാലും വലിയ വിഷയമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ വിചാരിച്ചു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബെക്കാമിൻ്റെ ചോളസിലെ ചാപ്റ്റർ 3 എൻ്റെ ആവാറായി ഗൈസ്. എനിക്കതിൽ ചെറിയ വിഷമമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചാപ്റ്റർ 2 എൻ്റെ ആയപ്പോഴായിരുന്നു എനിക്ക് ഗൈസ് നല്ല വിഷമം. ബിക്കോസ് നിങ്ങൾക്കറിയാമല്ലോ എത്ര ദിവസം കൊണ്ട് നമ്മൾ ഇതാകുന്നത്. ബട്ട് ഗൈസ്, ചാപ്റ്റർ 3 അങ്ങനെയല്ല. നമ്മൾ ഗൈസ് എനിക്കറിയത്തില്ല ഗൈസ്, നമ്മൾ ഇപ്പോൾ തുടങ്ങിയിട്ട് 2 വീഡിയോ ആയെന്ന് തോന്നുന്നു ഗൈസ്. അതെ ഗൈസ്, നമ്മുടെ ബെക്കാമിൻ്റെ സെർച്ച് തുടങ്ങിയിട്ട് 2 വീഡിയോ ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം എത്രയോ 5, 7, 4 വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നത്തെ വീഡിയോ കൂടെ നമ്മുടെ ചാപ്റ്റർ 3 എൻ്റെ ആക്കുമെന്നല്ല, വേണമെങ്കിൽ നമുക്കാക്കാം. ബട്ട് ഗൈസ്, ഇത് ഭയങ്കര കുറേ മാച്ചസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് സാധിക്കത്തില്ല. എന്തായാലും ഗൈസ്, നമ്മൾ അടുത്ത വീഡിയോയിൽ എന്തായാലും നമ്മുടെ ചാപ്റ്റർ 3 അങ്ങനെ എൻ്റെ ആവുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അതുപോലെ നമ്മുടെ ചാപ്റ്റർ 3 എൻ്റെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ തന്നെ ഗൈസ് ചാപ്റ്റർ 4 ബിഗിനിങ് ആക്കുന്നില്ല. അടുത്ത വീഡിയോ തന്നെ നമ്മൾ ചാപ്റ്റർ 4 ബിഗിനിങ് ആക്കും. ആടാ എന്ത് വേണം? ഓക്കെ, ഓക്കെ. അവിടെ ഞാൻ എന്താടാ ഫൗൾ വല്ലതും ഉണ്ടോ? ഓ, നമ്മുടെ ഫൗളാണ്, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യേ. ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് പോലും അറിയത്തില്ല ഗൈസ്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ, എനിക്കറിയത്തില്ലതുകൊണ്ടാണ് ഗൈസ്. ഓ ഗൈസ്, ആ പാസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് കൊള്ളായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ബട്ട് ഗൈസ്, ഈ ഗോൾ നല്ലതല്ലായിരുന്നു, അത് വേറെ കാര്യം. ഓക്കെ, അതൊക്കെ അങ്ങനെയാണ്. ഓക്കെ ഗൈസ്, ഓക്കെ. ഓ ഗൈസ്, ഈ ഗോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? നമ്മൾ ഗോളെ ഇങ്ങോട്ട് ചുറ്റിപ്പിച്ചിട്ടാണ് ഗൈസ് നമ്മൾ ഗോൾ അടിച്ചത്. ഈ ഗോൾ എങ്ങനെ ഉണ്ടെന്ന് ഗൈസ് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഗൈസ്, അതുപോലെ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇച്ചിരി ലോങ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെയായിട്ടും കളിച്ചതിൽ, അതായത് അത്രയും ലോങ് ഒന്നും ആകത്തില്ല. ഇന്ന് നമുക്ക് എത്ര മാച്ച് കളിക്കണം ഗൈസ്? നിങ്ങൾ തന്നെ പറ. നമുക്ക് ഇന്ന് ഗൈസ് 3 മാച്ചസ് കളിച്ചാലോ? അതാകുമ്പോൾ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിലത്തേക്ക് 1 മാച്ച് കളിക്കുകയാണെങ്കിൽ നമ്മുടെ ചാപ്റ്റർ 3 അങ്ങനെ എൻ്റെ ആവും. ബട്ട് ഗൈസ്, അത് വേണോ ഗൈസ്? എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ഈ കളിയെല്ലാം കഴിഞ്ഞിട്ട് നോക്കാം, അന്നേരം നമുക്ക് തീരുമാനിക്കാം. യെസ് ഗൈസ്, റൊണാൾഡോ ഹാട്രിക്കാണ്. നമ്മൾ ഗോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ല, റൊണാൾഡോ നസിയാണ്. ഓക്കെ ഗൈസ്, റൊണാൾഡോ പിന്നെ ഹാട്രിക്ക് അടിക്കാൻ പോകാൻ തോന്നുന്നു. ആണോ അല്ലയോ? ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യും ഗൈസ്. അങ്ങനല്ല, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് ചെയ്യാൻ. ഓക്കെ, ഫുൾ ടൈം ആയിട്ടുണ്ട് ഗൈസ്. ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒത്തിരി ലോങ് അല്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് എന്താണ് ഗൈസ് പറയാം,
നമുക്ക് ഇന്ന് 3 വീഡിയോ ഇട്ടാലോ? അയ്യോ 2 മാച്ചസ് കളിച്ചാലോ? ഗൈസ് നോ ഐഡിയ ആണ് ഗൈസ്, നോ ഐഡിയ. ഈ നമുക്ക് കണ്ടോടാ 3 മാച്ചോടെ കളിച്ചാൽ നമുക്കിത് കളിക്കാം. നമുക്ക് ഗൈസ് ഇന്നത്തെ വീഡിയോ നമുക്ക് 3 മാച്ച് കളിക്കാം ഗൈസ്, കുഴപ്പമില്ല, വിഷയമില്ല. എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ എന്താണ് ഗൈസ് പറയാം, ഒരു മാച്ച് കൂടെ കളിച്ചിട്ട് നമ്മുടെ എന്താണ് ഗൈസ് നമ്മുടെ മിസ്റ്ററി ബോക്സിലെ ഗിഫ്റ്റും വാങ്ങിച്ചിട്ട് നമുക്കങ്ങനെ അടുത്ത വീഡിയോ കൊണ്ടുണ്ടല്ലോ നമ്മുടെ ബെക്കാമിൻ്റെ സെർച്ച് വേൾഡ്സിലെ ചാപ്റ്റർ 3 അങ്ങനെ അവിടെ വെച്ച് എൻഡ് ആക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പം നമ്മളെ ഗൈസ് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബിക്കോസ് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളെ അങ്ങനെ ചാപ്റ്റർ 3 എൻഡ് ആവുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ ഗൈസ് എന്ത് വേഗമാണ് ഗൈസ്, എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എന്ത് വേഗമാണ് ഗൈസ് നമ്മുടെ ചാപ്റ്റർ 3 എൻ്റെ ആയത്. ചാപ്റ്റർ 2 എനിക്കൊന്ന് ഗൈസ് നമ്മളെ ഓരോ വീഡിയോയിലൊക്കെ 3-2 മാച്ചൊക്കെ വെച്ച് കളിച്ച്, അതാണ് ഗൈസ് നമ്മുടെ ചാപ്റ്റർ 3 ഇത്ര പെട്ടെന്ന് എൻ്റെ ആയത്. ചാപ്റ്റർ 2 എനിക്ക് തോന്നുന്നു ഞാൻ 1-2 വെച്ചൊക്കെ ആയിരുന്നു ഗൈസ് കളിക്കുന്നത്, അതായിരുന്നു ഗൈസ്. ഇപ്പോൾ നമ്മൾ ഇത് തുടങ്ങിയിട്ട് 2 വീഡിയോ ആയി, പിന്നെ ഇത്. അപ്പോൾ ഗൈസ് എനിക്കൊന്ന് നമ്മൾ 4 വീഡിയോ കൂടെ നമ്മുടെ ചാപ്റ്റർ 3 എൻഡ് ആക്കിയാണ് ഗൈസ്. ഗോളടി എടാ അമ്മ ഗോൾ അടിച്ചടാ. നമുക്കിപ്പോൾ എത്ര ഉണ്ട് ടോട്ടല്? നമുക്ക് 2 ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, വിഷയമില്ലാത്ത കാര്യമാണ്. ഓക്കെ ഗൈസ്, പാസ് കൊടുക്കുക ഗൈസ്, പാസ്. അവിടെ യുമാർ എനിക്കൊന്ന് ഐക്കോൺ ടീമേ ആണോ? അല്ല ഗൈസ്, ഇത് വേറെ ആണ്. അല്ല ഗൈസ് അവന്മാരുടെ കൂട്ടന്നെ. അടുത്ത ഗോള്. എടാ എന്തുവാടാ, നല്ലൊരു ഊഴം വന്നായിരുന്നു ഗൈസ്. ഹാഫ് ടൈം ആയി ഗൈസ് അന്നേരത്തേക്ക്. ഓക്കെ ഗൈസ്, ഇപ്പോഴത്തെ നമ്മുടെ പ്ലാൻ കണ്ടോണേ, നിങ്ങൾ കണ്ടോ ഗൈസ്? ഇപ്പോൾ നമ്മൾ ഗോൾ അടിക്കുന്ന പ്ലാൻ നിങ്ങൾ കണ്ടോ? ഞാൻ ഉദ്ദേശിക്കുന്ന കൂട്ട് തന്നെ വരുന്നതെന്ന് നോക്കട്ടെ. ഓക്കെ യെസ് ഓക്കെ ആണ് ഗൈസ്, ഇതുവരെ ഒരു കുഴപ്പമില്ല, ഞാൻ ഉദ്ദേശിച്ച കൂട്ട് തന്നെയാണ് വന്നത്. ഓക്കെ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് നമ്മുടെ പ്ലാൻ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മുടെ പ്ലാൻ ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ട്, പക്ഷെ അത് വിഷയമില്ല. എടാ പെനാൽറ്റി, എനിക്ക് വയ്യടാ അല്ല മാറായിരുന്നു ഫൗള്. യെസ് ഗൈസ്, അവിടെ ഞാൻ വിചാരിച്ചിട്ട് നടന്നു. ഇപ്പോൾ ഗോൾ അടിക്കാൻ നല്ല ചാൻസ് ആയിരുന്നു ഗൈസ്. ഈ പ്ലാൻ എന്തായാലും നമ്മുടെ ഫ്ലോപ്പായി, നമുക്ക് നമ്മുടെ പ്ലാൻ 2 എടുക്കാം. ഓക്കെ, നമുക്കപ്പോൾ പ്ലാൻ 2 സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി നിങ്ങളെല്ലാം ഒന്ന് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. നിങ്ങളങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യും. നമ്മൾ 1K ആണ് ഗൈസ് ഇപ്പോഴത്തെ നമ്മുടെ എന്താണ് ഗൈസ്, നമ്മുടെ ടാർഗറ്റ് ഇപ്പോൾ 1K ആണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ വേണം അത് 1K ആക്കാൻ. ഓക്കെ ഗൈസ്, എടാ ഞാൻ ഉദ്ദേശിച്ചിട്ട് പ്ലാൻ നടക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ നടക്കുമെന്ന്. എൻ്റെ മോനെ, മോനെ ഞാൻ ഉദ്ദേശിച്ച കൂട്ടുകാരെ നടന്നു ഗൈസ്. ഞാൻ എൻ്റെ സത്യത്തിൻ്റെ പ്ലാൻ എന്തായിരുന്നെന്ന് അറിയാം ഗൈസ്. ഞാൻ അവന്മാരങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഒന്നും പറയാൻ അറിയാം. അവന്മാർ നമ്മുടെ ഗോൾ പോസ്റ്റിന് അങ്ങോട്ട് ഗോൾ അടിക്കാൻ പോകുമ്പോൾ അന്നേരം അവന്മാരുടെ നിന്ന് ബോൾ തട്ടി പറിച്ച് അത്രയും അവന്മാർ അവിടെ അങ്ങ് ബ്ലോക്കാവും. എന്നിട്ട് ഗൈസ് കണ്ടില്ല, അവിടെ നിന്ന് ഞാൻ അറിഞ്ഞുകൊണ്ടൊരു ഷൂട്ട് കൊടുത്തു. എനിക്കറിയായിരുന്നു ഗൈസ് അല്ലെങ്കിൽ അത് ഗോളാകത്തില്ല. അന്നേരം ആ ഗോളി വീണ സമയം കൊണ്ട് നമ്മുടെ റൊണാൾഡോ കയറി ഒറ്റ ഗോൾ അങ്ങ് അടിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് ഈ പ്ലാൻ കൊള്ളാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അയ്യോ ഗൈസ്, എന്താണ് സംഭവിച്ചേ? എന്തോ പറ്റിയാടാ, എനിക്കെന്തോന്ന് മനസ്സിലായില്ല. നമ്മുടെ ഗെയിമിൻ്റെ എന്തോ വിഷയമാണെന്ന് തോന്നുന്നു.
അത് നമ്മുടെ ഗെയിമിൻ്റെ തന്നെ വിഷയമാണ്. എന്തോ നമുക്ക് പറ്റിയിട്ടുണ്ട്, പക്ഷേ കേസ് അതൊന്നും വിഷയമില്ലാത്തവരാണ്. അപ്പോൾ കേസ് ഇന്നത്തെ വീഡിയോ ഭയങ്കര ലോങ് ആയെന്ന് തോന്നുന്നല്ലോ. കേസ് ഇനിയും നമ്മളെ കൊണ്ട് ഒരു മാച്ച് കൂടെ കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച അടുത്ത വീഡിയോ നമുക്ക് തീർക്കാമെന്നായിരുന്നു. ബട്ട് ഗൈസ് നമുക്ക് ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാം. ബിക്കോസ് ഇന്ന് നല്ല ടൈം പിടിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഗൈസ്, അല്ലായിരുന്നു ഞാൻ 3 മാച്ച് കളിച്ചേനെ. ബട്ട് ഗൈസ് ഇപ്പം നമ്മൾ 2 മാച്ച് കളിച്ചില്ല. അടുത്ത വീഡിയോയിലും 2 മാച്ച് കളിച്ചിട്ട് നമ്മുടെ ഇത് ഓപ്പൺ ചെയ്യാമായിരുന്നു. ബട്ട് ഗൈസ് ഞാൻ പിന്നെ തീരുമാനം മാറ്റി. കുഴപ്പമില്ല, നമുക്ക് എന്താണ് ഗൈസ് പറയാം, അത് തന്നെ ആട്ടെ ഗൈസ്, എന്ത് തന്നെ ആട്ടെ. എന്താണ് ഗൈസ്, ഒരു മാച്ച് കൂടെ കളിക്കണം. എങ്ങനെ കളിക്കണോ ഗൈസ്, എനിക്കറിഞ്ഞൂടാ എങ്ങനെയാണ് ഗൈസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇതങ്ങ് എൻഡ് ചെയ്യാം. അന്നേരം അടുത്ത വീഡിയോ ഇച്ചിരി കൂടെ ലോങ് ആവത്തില്ല. അങ്ങനൊരു ഗുണമുണ്ട്, ഞാൻ പറയാം. ഓക്കെ, നമുക്ക് കളിക്കാം ഗൈസ്, കളിക്കാം. മോശമാണ് മോശം ഗൈസ്. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചാപ്റ്റർ 1 ഉണ്ട് ഗൈസ്. നമുക്ക് അത് ഒരു ഭയങ്കര ഇതാണ്. നമുക്ക് ചാപ്റ്റർ 1 കുറച്ചേറെ തീർക്കാനുണ്ട് ഗൈസ്. അതൊന്നും നമുക്ക് ട്രെയിനിങ് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട് ഗൈസ്. അതൊന്നും നമ്മൾ ഇതുവരെ തീർത്തിട്ടില്ല. ഓക്കെ ഗൈസ്, നമുക്കെല്ലാം തീർക്കാം. ഓക്കെ, ഭയങ്കര ലോങ് ആയെന്ന് തോന്നുന്നു ഗൈസ്. വേഗം കളിച്ച് തീർക്കണം ഗൈസ്, വേഗം ഗൈസ്. നമ്മൾ വേഗം കളിച്ചിട്ടൊന്നും കാര്യമില്ല കേട്ടോ, ടൈം പോയാലേ ഉള്ളൂ. ഗൈസ് വേഗം ടൈം കളയാം ഗൈസ്, വേഗം. ഓ ഗൈസ്, ബൈസൈക്കിൾ പാസ് ആയിരുന്നത്. ബൈസൈക്കിൾ കിക്ക് കൂടെയാണ് ഗൈസ് നമ്മുടെ പാസ് കൊടുത്തത്. ആരായിരുന്നത് ഞാൻ നോക്കിയില്ല. അയ്യോ എടാ, ഞാൻ വിചാരിച്ചത് ഗോളാണ്. എടാ ഗോള് നമ്മൾ തോറ്റണം. എടാ തട്ടിക്കളഞ്ഞടാ. നമ്മളങ്ങനെ പറയുന്നോണ്ടായിരിക്കുമോ ഗൈസ്. നമുക്കെന്നാൽ ഇനിയും പെനാൽറ്റി ഒക്കെ അവന്മാർക്ക് കിട്ടുമ്പോൾ നമുക്കിങ്ങനെ പറയാം. ഗൈസ് കൊള്ളാം. പെനാൽറ്റി കിട്ടിയില്ലല്ലോ, എന്താണ് ഗൈസ്, ഗോളൊക്കെ അടിച്ചില്ല അവന്മാർ. എടാ അവന്മാർക്കിപ്പോൾ 3 ഉണ്ട് ഗൈസ്, നമ്മളിപ്പോൾ പൊട്ടും. എടാ അവിടെ നമ്മുടെ ടൈം 72 ആടാ. എടാ നമ്മൾ തോട്ടറാ. ഇനി എനിക്ക് പിന്നെയും കളിക്കണം. നമ്മുടെ വീഡിയോ പിന്നെ ലോങ് ആവും. അതിനെ ഞാൻ നിൽക്കുന്നില്ല ഗൈസ്. എന്തായാലും അവന്മാർ 4ാമത്തെ ഗോൾ അടിക്കുകയാണെങ്കിൽ ഞാൻ വിടും. ഭാഗ്യത്തിന് അതടിച്ചില്ല. നമുക്ക് നോക്കാം ഗൈസ്, നോക്കാം. എടാ ത്രോ കളയല്ലേ അവന്മാരുടെ ചെറിയ രച്ച ഉണ്ടായിരുന്നു. നമ്മുടെ ഏനം സത്യത്തെ ത്രോ. എൺപതായി ഗൈസ്, 88 ടൈം ഗൈസ്. എനിക്ക് ടെൻഷനാണ് ഗൈസ്, ടെൻഷൻ. കൊള്ളാം, ടെൻഷൻ. ഗൈസ് 85 ആയപ്പോൾ തന്നെ കറക്റ്റ് ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പോഴാണ് എനിക്ക് സമാധാനം കിട്ടിയത്. ഇനി നോ വിഷയമാണ് ഗൈസ്, നമുക്ക് ഇനി നോ വിഷയമല്ല ഗൈസ്. ഇനി ഇവന്മാരെ കൺട്രോൾ ചെയ്യണം നമ്മൾ, അല്ലെങ്കിൽ അവന്മാർ ഇനിയിപ്പോൾ പിന്നെയും ഗോൾ അടിച്ച് അറിയാമല്ലോ നിങ്ങൾക്ക്. അവിടെ തോറ്റോടാം നമ്മൾ. ഡ്രോപ്പ് ദ ബോൾ, അതിനുശേഷം പാസ്. ഓക്കെ ഗൈസ്, ഓക്കെ ഇതുവരെ. എടാ ഇനിയും പാസ് കൊടു. 2 റൗണ്ട് ത്രോ കളഞ്ഞേക്കുന്നു ഗൈസ്. എനിക്ക് വയ്യ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഭയങ്കര ലോങ് ആവുകയാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇനിയും അത് ലോങ് ആക്കാൻ നിൽക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന എല്ലാവർക്കും വലിയ ബിഗ് താങ്ക്സ്. അപ്പോൾ ഗൈസ് നമുക്ക്
അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം ഗൈസ്. മാത്രമല്ല നമ്മൾ അടുത്ത വീഡിയോ നമ്മൾക്ക് എന്തായാലും എൻഡ് ചെയ്യാനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. ബൈ ബൈ.